അമേരിക്കയിൽ ഒരു വൻ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ആ ഏറ്റുമുട്ടൽ അമേരിക്കയെ ഏതു വിധത്തിൽ കൊണ്ടെത്തിക്കും, ഏതൊരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള മരണം, കൺസർവേറ്റീവ് നേതാവായിട്ടുള്ള ചാർലി കിർക്കിന്റെ മരണമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നത്. അമേരിക്കയിൽ ഉടനീളം പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മാക്സിമം പുറത്തുവിടാതിരിക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രദ്ധിക്കുന്നതിനിടയിലാണ് കൺസർവേറ്റീവ് നേതാവായിട്ടുള്ള ചാർലി കിർക്കിന്റെ കൊലപാതകവും നടക്കുന്നത്. ഈ കിർക്കിന്റെ കൊലപാതകം നടന്നതിനെ തുടർന്ന് ആദ്യമൊന്നും വലിയ രീതിയിലൊരു അപലപിക്കലൊന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ അത് കളി മാറുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ട്രംപ് കളം മാറ്റി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടുന്നു. ഇയാൾ ടെയ്ലർ റോബിൻസൺ എന്ന് പറയുന്ന ഒരു യുവാവാണ്. ഇയാൾ ട്രംപ് അനുകൂലിയായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. മാത്രമല്ല, ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നയാള് തോക്ക് കുറച്ചുകൂടെ ലിബറലായി ലഭിക്കണമെന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനുവേണ്ടി കുറച്ച് മരണങ്ങൾ, കൊലപാതകങ്ങളും അവിടെ ആ നാട്ടിൽ നടന്നാലും കുഴപ്പമില്ല എന്ന് വാദിച്ച ഒരാളാണ്. ആ ആളുടെ ആശയം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ട്രംപിന് നേരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ട്രംപും ഒരു ചോദ്യചിഹ്നത്തിനുള്ളിൽ പെട്ടിരിക്കുകയാണ്. കാരണം ഇതിന് പിന്നിൽ ട്രംപാണോ, ട്രംപ് അനുകൂലിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം തന്നെക്കാൾ വലിയവൻ വരുന്നത് ഒരു നിസ്സാര കാര്യമല്ല. 18 വയസ്സിൽ തുടങ്ങിയ ഒരു സംഘടന, അമേരിക്ക ടേണിംഗ് പോയിന്റ് എന്ന പേരിൽ 18 വയസ്സിൽ തുടങ്ങിയ സംഘടനയ്ക്ക് വരും കാലത്തെ യുവതലമുറയെ കയ്യിലെടുക്കാനുള്ള അത്രയും പാകതയും കെൽപ്പുമുണ്ടായി ഈ വർഷങ്ങൾക്കിടയിൽ എന്നുള്ളതാണ്. അപ്പോൾ കിർക്കിന്റെ 18 വയസ്സിൽ തുടങ്ങി 31-ാമത്തെ വയസ്സിൽ ആ ജീവിതം അവസാനിക്കുകയാണ്. പക്ഷെ ആ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വലിയ വിഭാഗം, അതും പ്രായമുള്ളവരൊന്നുമല്ല, യുവജനങ്ങളാണ്, വരുന്ന തലമുറയാണ് കിർക്ക് സ്വാധീനിച്ചിരുന്നത്. അപ്പോൾ ഇനി വരുന്ന തലമുറയിൽ ഈ ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കൻസിനും ഒരു വിലങ്ങ് തടിയായി വരുന്നത് ഒരു പക്ഷേ ചാർലി കിർക്ക് ആയിരുന്നിരിക്കാം എന്നുള്ള ഒരു ചിന്ത അവിടെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ഏറ്റുമുട്ടൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ അപ്പോസ്തലനായിട്ടുള്ള ജോർജ് സോറോസും ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് എന്നുള്ളതാണ്. വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. കാരണം ട്രംപ് ഇപ്പോൾ കിർക്കിന്റെ മരണത്തിന് ശേഷം പലതരത്തിൽ, അതായത് ഇത്തരത്തിൽ നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കെതിരെയൊക്കെയും നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോർജ് സോറോസിന്റെയും കൂട്ടാളികളുടെയും പ്രവർത്തികൾക്കെതിരെ RICO ആക്ട് പ്രകാരം അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ RICO ആക്ട് എന്ന് നമുക്ക് നോക്കാം. ഈ RICO ആക്ട് എന്ന് പറയുന്നത് റാക്കറ്റീരിയർ ഇൻഫ്ലുവൻസ് ആൻഡ് കറപ്റ്റ് ഓർഗനൈസേഷൻ ആക്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണ്. ഇത് 1970-ലാണ് രൂപീകൃതമാകുന്നത്. സംഘടിത കുറ്റകൃത്യങ്ങളെയും റാക്കറ്റിങ്ങിനെയും ലക്ഷ്യമിട്ടുള്ള ഒരു ആക്റ്റാണിത്. കൂടാതെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെയോ കൂട്ടായ്മയുടെയോ നേതാക്കളെയൊക്കെ നിയമ നടപടികൾ അവർക്കെതിരെ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നിയമമാണിത്. അഴിമതി നിറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്നതിലൂടെയോ ഈ നടത്തുന്നതിനെതിരെയൊക്കെ ഈ നിയമം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമം ഒരു വ്യക്തിയെ കുറ്റകൃത്യങ്ങളുടെ ഒരു ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങൾ റാക്കറ്റിംഗ് പ്രവർത്തനങ്ങളുടെ ഒരു പാറ്റേൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് പകരം ഒരു കൂട്ടം കുറ്റകൃത്യങ്ങൾ പൊതുലക്ഷ്യത്തിനായി നടത്തുന്നതിലൂടെയാണ് ഇത് പ്രോസിക്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പറയുമ്പോഴേക്കും ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നിലധികം സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് അവരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. സോറോസ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അമേരിക്കൻസിന് അത് പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്നത് പോലെ ഡെമോക്രാറ്റ്സുകൾക്ക്
കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും അധികം ഫണ്ട് നൽകിയത് ജോർജ് സോറോസ് ആണ്. ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് നൽകുന്ന ഒരുവനെ ഒരിക്കലും ട്രംപിന് അനുകൂലിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ട്രംപ് നോട്ടമിട്ടിരിക്കും. ഒന്ന്, തൻ്റെ നേരെ കിർക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ മുനയൊടിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സോറോസിനെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി, ഒരു ലക്ഷ്യം കൂടി ട്രംപിന് മുന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിയമവിരുദ്ധമായിട്ടുള്ള ചൂതാട്ടം, വായ്പാ തട്ടിപ്പ് തുടങ്ങിയ സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെയും ഇത് നടത്താൻ പറ്റും. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മാതൃകയിൽ അത് ഉൾപ്പെട്ടിരിക്കുന്ന നിയമാനുസൃതമായിട്ടെന്ന് നമുക്ക് തോന്നും. അത് ഈ പല NGOകളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ വേണ്ടി ഫണ്ട് ചെയ്യുന്നത് മറ്റൊരാളായിരിക്കും. NGO പ്രവർത്തിക്കുന്നു, അത് നിയമാനുസൃതമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ പൂട്ടിടാനായിട്ട് ഈ RICO ആക്ട് നടപ്പാക്കുക വഴി, അതുവഴി കേസെടുക്കുകയൊക്കെ വഴി നടപ്പിലാക്കാനായിട്ട് അവരെയൊക്കെ പൂട്ടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ സോറോസ് എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ അമേരിക്കൻ കോടീശ്വരനാണ്, നിക്ഷേപകനാണ്. ഇയാള് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ്. അപ്പൊ ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു NGO ആണ്, പലരെയും സഹായിക്കുക, വളരെ നല്ല മനസ്സുള്ള ആളുകളൊക്കെ സഹായിക്കില്ല. അപ്പൊ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ സൊസൈറ്റി പറയുന്നുണ്ട്, ഈ ട്രംപിന്റെ വാദങ്ങളൊന്നും ശരിയല്ല, ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നതല്ല എന്നുള്ളത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാലോ. നമ്മുടെ രാജ്യത്ത് പോലും ഡീപ് സ്റ്റേറ്റ്, അതായത് സോറോസിന്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്, പല മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, അല്ലാതെയുള്ള NGOകളുണ്ട്. ഇവർ നിരന്തരം അഴിച്ചുവിടുന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്തകളുമായിട്ടൊക്കെ പടച്ചുവിടുന്ന ചില വാർത്തകൾ, വളരെ വ്യക്തി താല്പര്യം തോന്നുന്ന ചില വാർത്തകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം വാർത്തകൾ എടുത്ത് നോക്കിയാൽ അതിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിലും ഇതൊക്കെ പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭരണകൂടം അത്രയേറെ കെട്ടുറപ്പോടുകൂടി പോകുന്നത് കൊണ്ടും അത്രയേറെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത് കൊണ്ടുമാണ് അമേരിക്കയിലോ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ സംഭവിക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ പോകുന്നത്. ഒരു ഘട്ടത്തിൽ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരെ വലിയ രീതിയിലൊരു ആക്രമണമൊക്കെ അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷെ അതിനെ അതല്ലാതെ തന്നെ ഇല്ലാതെയാക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ നേട്ടമാണ്. പല രീതിയിൽ ഇപ്പൊ നേപ്പാളിൽ കാണുന്ന ഒരു പ്രതിഷേധം ഒരു പക്ഷേ അമേരിക്കയിൽ നടന്നുകൂടായികയില്ല. ട്രംപിനെതിരെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ട്രംപ് വയ്ക്കുന്ന പല നയങ്ങളും, ട്രംപ് എടുക്കുന്ന പല നയങ്ങളും അമേരിക്കയ്ക്ക് വൻ വിപത്തിലേക്കാണ് അമേരിക്കയെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവിടുത്തെ യുവജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക ആകട്ടെ, ഇവിടങ്ങളിലെല്ലാം യുവാക്കളാണ് പ്രതിഷേധിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്, ആക്രമണകാരികളായി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ യുവാക്കളെ ട്രംപിനെതിരെ തിരിച്ചുവിടാനായിട്ട് ഒരുപക്ഷെ സോറോസിന് കഴിഞ്ഞേക്കുമെന്നുള്ള ചില ധാരണകൾ ട്രംപിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് കിർക്കിന്റെ മരണത്തോടുകൂടി ശക്തമായിരിക്കുന്നുണ്ട്. എന്തായാലും ട്രംപും സോറോസും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്ക് വീണ്ടും അമേരിക്കയെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ, അത് ലോകത്തെ തന്നെ വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.